ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അഡ്വക്കേറ്റ് അഞ്ജലിയുടെ ഏറ്റവും പുതിയ പ്രൊമോയുടെ വിശേഷങ്ങൾക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ പ്രൊമോയുടെ റിവ്യൂലേക്ക് നമുക്ക് പോകാം. അതിനു മുമ്പ് രണ്ട് വാക്ക് ഇന്നത്തെ എപ്പിസോഡിനെ പറ്റി പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാം അല്ലെ, അതല്ലേ നല്ലത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡില് പത്മ മിസ്സിംഗ് ആണ് എന്നുള്ള ഒരു കാര്യം നമുക്കറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ അഞ്ജലിക്ക് ചെയ്ത് തീർക്കാനുണ്ട്. കാരണം ഇതുവരെ പത്മയെ കണ്ടെത്താനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ജീവനോടെ ഇരിപ്പുണ്ടോ എന്ന് പോലും സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എന്താണെങ്കിലും ഒരു കേസ് കൊടുത്തിരണം, ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് ഇട്ടില്ലെങ്കിൽ അഞ്ജലിക്ക് തന്നെ അത് പണിയാവും. അപ്പൊ അർജുനും അത് ഓൾറെഡി നമ്മുടെ അഞ്ജലിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി കൂട്ടുകാരിയും കൂട്ടി അഞ്ജലി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ തരകൻ ഉണ്ടായില്ല, എസ് ഐ തരകൻ ഉണ്ടായില്ല. എന്താണെങ്കിലും കേസ് കൊടുത്തിട്ട് അഞ്ജലി ഹൈവേ വെച്ച് തരകനെ കാണുന്നു. അവിടെ വെച്ച് അവർ തമ്മിൽ വാക്കുകൾ കൊണ്ടുവന്ന് ഏറ്റുമുട്ടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ വെച്ചൊരു വലിയൊരു സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ തരകൻ എസ് ഐ പറയുന്നുണ്ട് മോർച്ചറിയിൽ ഒരു ബോഡി കിടപ്പുണ്ട്, അത് കൂടുതലും പത്മയാകാനാണ് ചാൻസ് കൂടുതൽ, നിങ്ങളൊന്ന് പോയി നോക്കിയേ എന്ന് പറയണം. അത് കേൾക്കുമ്പോൾ അഞ്ജലി ശരിക്കും വിഷമിച്ചു പോകുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട സീനുകളായിരുന്നു കൂടുതൽ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത്. അപ്പൊ മോർച്ചറിയില് അഞ്ജലി കൂട്ടുകാരിയും കൂട്ടി എത്തുന്നു. അഞ്ജലി അകത്തേക്ക് കയറി നോക്കുന്നില്ല. നമുക്ക് എപ്പിസോഡിൽ നമ്മൾ കണ്ടു, ഒരിക്കലും അഞ്ജലി അകത്തേക്ക് കയറി നോക്കിയില്ല. കാരണം അതിനുള്ള ത്രാണി അഞ്ജലിക്ക് ഇല്ല കേട്ടോ. കാരണം പത്മ ഇല്ലാതായാൽ ശരിക്കും അഞ്ജലി തോറ്റോ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അഞ്ജലിക്ക് അതിനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് പുള്ളിക്കാരി പുറത്ത് നിൽക്കുവായിരുന്നേ. അപ്പൊ കൂട്ടുകാരിയാണ് കയറി നോക്കിയത്. അപ്പൊ അപ്പോഴൊന്നും സീനിൽ കാട്ടിയിട്ടില്ല പത്മയാണോ എന്നുള്ള കാര്യമൊന്നും കാട്ടിയിട്ടില്ല. എന്താണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാനം അഞ്ജലിയും കൂട്ടുകാരിയും കൂടെ തിരിച്ചു വീട്ടിലെത്തുന്നു. അവിടെ അഞ്ജലിയെ കാത്ത് അമ്മയും ആര്യയും കുഞ്ഞപ്പനും കൂട്ടുകാരും എല്ലാവരും അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പം അഞ്ജലി അവിടെ എത്തുന്നു. അഞ്ജലിയോട് ചോദിക്കുന്നു ബോഡി കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അഞ്ജലി കണ്ടു എന്ന് പറയുന്നു. പക്ഷെ അപ്പോഴും ഇത് പത്മയാണോ എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എന്താണെങ്കിലും ഇങ്ങനെയാണ് എപ്പിസോഡുകളൊക്കെ തീരുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെയൊക്കെയാണ് തീരുന്നത്. അപ്പൊ നാളത്തെ എപ്പിസോഡിന്റെ പ്രൊമോയിൽ നമ്മൾ കണ്ട പ്രധാന ഒരു കാര്യത്തിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പത്മയല്ല ആ മോർച്ചറിയിലുള്ളത്. കാരണം പത്മയ്ക്ക് എന്ത് പറ്റി എന്ന് അന്വേഷിച്ച് താൻ കൊടുത്ത കേസിന് എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് അഞ്ജലി തരകൻ എസ് ഐയുടെ മുമ്പിലേക്ക് ചെല്ലുന്നത് നമുക്ക് കാണാം. അപ്പൊ തരകൻ പറയുന്നുണ്ട് ഇത് നീക്കുപോക്ക് ഉണ്ടാക്കിയില്ലെങ്കിൽ നീ എന്തുണ്ടാക്കും എന്ന രീതിയിൽ അഞ്ജലിയോട് ചോദിക്കുമ്പോൾ ആ സമയത്ത് ജാഫർ കൂടി കടന്നു വരുന്നുണ്ട് കേട്ടോ. എസ് ഐ ജാഫർ അറിയാം അഞ്ജലിക്ക് ഏറ്റവും സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ആളാണ്. അപ്പൊ ജാഫർ കൂടി കടന്നു വരുമ്പോൾ ഒരു ഹെവി സീൻ അവിടെ നടക്കുന്നുള്ള ഒരു ഉറപ്പാണ് കേട്ടോ. പക്ഷെ പ്രൊമോയിൽ ഏറ്റവും ആദ്യം കാട്ടിയ സീൻ ഇതൊന്നും അല്ലായിരുന്നു. ഏറ്റവും ആദ്യം കാട്ടിയ സീൻ എന്ന് പറഞ്ഞ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രാഘവനുണ്ണിയും അതുപോലെ ഹരിയും കൂടിയിട്ട് കുറുപ്പിന്റെ വീട്ടിൽ ചെല്ലുകയാണ്. അപ്പം എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂസ് കൊണ്ടാണോ ഹരിയും കൂട്ടി വന്നു കേൾക്കുന്ന വക്കീലെ എന്ന് കുറുപ്പ് ചോദിക്കുന്നുണ്ട്. അപ്പോ വേറൊരു കാര്യം കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. പ്രമേയിൽ നമുക്ക് കാണാം ഈ അർജുനും അഞ്ജലിയും തമ്മിൽ ബന്ധം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാന പ്രശ്നം ഇപ്പോൾ രാഘവനുണ്ണിക്കും അതുപോലെ കുറുപ്പിനും കാവ്യയ്ക്കൊക്കെ. രാഘവനുണ്ണി അത് ഒട്ടും ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം രാഘവനുണ്ണി ഒരു രീതിയിൽ ആ ബന്ധം എങ്ങാനും അറിഞ്ഞാൽ സംഭവിക്കാൻ പോവുക എന്തെന്ന് പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഒരു പക്ഷെ രാഘവനുണ്ണിയുടെ വക്കീൽ ബുദ്ധിയിൽ ഉറപ്പായിട്ടും ചില സംശയങ്ങൾ ഉണ്ടാകും. പക്ഷെ അത് കുറുപ്പിന്റെ അടുത്ത് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പൊ കുറുപ്പ് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് എന്ന പ്രമേയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാം. പക്ഷെ രാഘവനുണ്ണി അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. പുള്ളി പറയാണ് അച്ഛന്റെ ശത്രു ഉറപ്പായിട്ടും മകന്റെ ശത്രു ആയിരിക്കും. ആ രീതിയിൽ ആ പുള്ളി ശരിക്കും പറഞ്ഞ പ്രമേയിൽ പറയുന്നത്. അതായത് പുള്ളിക്ക് ഒരിക്കലും മനസ്സിൽ സംശയം തോന്നിയാൽ അത് കുറുപ്പിനോട് പറയാൻ പറ്റത്തില്ല. ഈ രാഘവനുണ്ണിയും കുറുപ്പും തമ്മിലുള്ള ബന്ധം ഏറ്റവും കൂടുതൽ നന്നായിട്ട് മുമ്പോട്ട് പോകണമെന്നും അതൊരിക്കലും അവസാനിക്കരുത് എന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് കുറുപ്പിനേക്കാൾ കൂടുതൽ ആഗ്രഹിക്കുന്നത് സത്യം പറഞ്ഞാൽ രാഘവനുണ്ണിയാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ അർജുൻ അഞ്ജലി കേസിൽ എന്തെങ്കിലും സംഭവം ഉണ്ടെന്ന് തോന്നിയാൽ പോലും പുള്ളി അത് അവിടെ വെച്ച് അംഗീകരിക്കും തോന്നില്ല. കാരണം അങ്ങനെ എങ്ങാനും സംഭവിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അർജുനും കാവ്യയും തമ്മിലുള്ള വിവാഹം മുടങ്ങും എന്നുള്ള കാര്യം പുള്ളിക്കറിയാം. അത് പുള്ളി ഒരു രീതിയിലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് പുള്ളി അത് അംഗീകരിച്ചു കൊടുക്കുന്നില്ല. പുള്ളിയുടെ വക്കീൽ ബുദ്ധിക്ക് ഇതൊക്കെ മനസ്സിലാക്കാനായിട്ട് വളരെ നിസ്സാരമാണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും ഇങ്ങനെയൊരു സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ വേറൊരു കാര്യമുണ്ട്. ഈ ഹരിയേയും കൂട്ടി രാഘവനുണ്ണി വന്നിരിക്കുന്നത് ഈ സംഭവങ്ങൾക്കൊന്നും അല്ല, ഈ ഹാർഡ് ഡിസ്ക് കൊടുക്കാനായിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാകാം കേട്ടോ.
അപ്പൊ കാവ്യയുടെ കയ്യിലേക്ക് ഹാർഡ് ഡിസ്ക് ഈ ഹരി കൈമാറുന്നൊരു സീന് നമുക്ക് പ്രൊമോയിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പൊ ഹരി തിരിച്ചു ചെന്ന കടയിൽ ചെല്ലും. അപ്പൊ ചെന്ന് കഴിയുമ്പോൾ ഹാർഡ് ഡിസ്ക് മറ്റേ കടക്കാരൻ തിരിച്ചു കൊടുക്കും. അത് ഓൾറെഡി കോപ്പി എപ്പോഴേ അഞ്ജലിയുടെ കയ്യിലെത്തിയിട്ടുണ്ടാവും, നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കാവുന്ന കാര്യമുള്ളൂ കേട്ടോ. അപ്പൊ കടക്കാരനോട് ചോദിക്കുക, എങ്ങനെ ഈ ഹാർഡ് ഡിസ്കിന് എന്തെങ്കിലും സംഭവങ്ങൾ പോയിട്ടുണ്ടോ? അയ്യോ. അപ്പം കടക്കാരൻ പറയും, അയ്യോ സാർ ഒന്നും പോയിട്ടില്ല, അതുപോലെ തന്നെയുണ്ട്, പ്രൊട്ടക്റ്റഡ് ആണ്, ഒരു പ്രശ്നമില്ല, ഒരു തിരിമറിയും നടന്നിട്ടില്ല, ഒന്നും പോയിട്ടില്ല, എല്ലാം അതുപടി ഉണ്ട് കേട്ടോ സാറേ എന്ന് പറഞ്ഞിട്ട് ഹരിയെ സുഖിപ്പിച്ചിട്ട് ഈ കടക്കാരൻ ഈ ഹാർഡ് ഡിസ്ക് തിരിച്ചു കൊടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ തിരിച്ചു കൊടുത്ത ഹാർഡ് ഡിസ്ക് ഉറപ്പായിട്ടും ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും കേട്ടോ. ഒരിക്കലും ഒറിജിനൽ ആയിരിക്കാൻ ഒരു ചാൻസും ഇല്ല. കോപ്പി എടുത്തിട്ട് ഒരിക്കലും ഒരു തിരിച്ച് ഒറിജിനൽ ഹരിയുടെ കയ്യിൽ കൊടുക്കാൻ ചാൻസ് വളരെയധികം കുറവാണ്. മിക്കവാറും ഒറിജിനൽ തന്നെ അഞ്ജലിയുടെ കയ്യിൽ കൊടുത്തിട്ട് ഒരു കോപ്പി എടുത്തിട്ടായിരിക്കും മിക്കവാറും ഹരിക്ക് കൊടുത്തു വിടുന്നത്. മണ്ടനായ ഹരി ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്താണെങ്കിലും ഹരി ഈ കടക്കാരന്റെ കയ്യിൽ പോയി പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. എന്താണെങ്കിലും ഹരി അയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടി വിശ്വസിച്ച് ഈ സംഭവം തിരിച്ചു കൊണ്ടുപോയിട്ട് കാവ്യനെ ഏൽപ്പിക്കുകയാണ്. എന്താണെങ്കിലും ഹാർഡ് ഡിസ്കിൽ ഒരു തിരിമറിയും നടത്തിയിട്ടില്ല എന്ന രീതിയിൽ തന്നെയായിരിക്കും ഹരി കാവ്യയോട് പറയാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇതിനു മുമ്പ് കഴിഞ്ഞ ദിവസം ഒരു പ്രൊമോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഹരി ഹാർഡ് ഡിസ്ക് കൊണ്ട് കൊടുക്കും, ഒന്നും സംഭവിച്ചിട്ടില്ല, എല്ലാം അതുപടി ഉണ്ട്, ഒരു മറിമായം നടന്നിട്ടില്ല കേട്ടോ. അപ്പൊ നമ്മൾ ഈ കേസ് 100% വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് ഹരി വീമ്പൊക്കെ ഇളക്കും, രാഘവനുണ്ണിയും കൂടി വീമ്പൊക്കെ ഇളക്കും. പക്ഷെ ഇതുമായിട്ട് കോടതിയിൽ ചെല്ലുമ്പോഴായിരിക്കും എല്ലാം തലതിരിഞ്ഞു പോകുന്നത് കേട്ടോ. അവിടെ വെച്ച് കേസിൽ വലിയ കനത്ത തിരിച്ചടി രാഘവനുണ്ണിക്ക് കിട്ടും. അപ്പോഴാണ് ഹരി വലിയൊരു മണ്ടത്തരം ചെയ്തു എന്നും ഈ ഹരിയുടെ കയ്യിൽ ഈ ഹാർഡ് ഡിസ്ക് കൊടുത്തതാണ് തനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധമൊന്നും രാഘവനുണ്ണി തിരിച്ചറിയും കേട്ടോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പ്രൊമോ ചെയ്തത്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ഹരിയെ എടുത്ത് സത്യം പറഞ്ഞ രാഘവനുണ്ണി കൈകാര്യം ചെയ്യും, കാവ്യയും കുറുപ്പും എല്ലാവരും കൂടി എടുത്ത് അടപടലം കൈകാര്യം ചെയ്യും കേട്ടോ. എന്താണെങ്കിലും ഹാർഡ് ഡിസ്ക് തിരിച്ച് തൻ്റെ കയ്യിലേക്ക് എന്താണെങ്കിലും ഹരി ഹാർഡ് ഡിസ്ക് കയ്യിലേക്ക് തിരിച്ചു കൊടുത്തു, ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഹരി തിരിച്ചു കൊടുക്കും. കോപ്പീസ് ഒന്നും പോയിട്ടില്ല, ഒരു പ്രശ്നവും ഇല്ല, എല്ലാം അതുപടി തന്നെയാണെന്ന് പറഞ്ഞിട്ട് ഹരി തിരിച്ചൊക്കെ കൊടുക്കും. അപ്പോൾ അടുത്തൊരു തീരുമാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പോ കേസിൽ 100% വിജയം രാഘവനുണ്ണിയും കുറുപ്പും എല്ലാം ഉറപ്പിച്ചു കഴിയും കേട്ടോ. അപ്പൊ ഇനിയിപ്പോ എന്ത് നോക്കാനാ, അഞ്ജലിക്ക് ഒരു രീതിയിൽ കേസിൽ മുമ്പോട്ട് പോകാനായിട്ട് ഒന്നും തന്നെ ബാക്കിയില്ല. അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോൾ ഇനിയിപ്പോ ടെൻഷന്റെ ആവശ്യമില്ല, ഒരു സിറ്റിങ്ങോട് കൂടി ഈ പത്മ കേസ് ക്ലോസ് ആകുമെന്ന് രാഘവനുണ്ണി നാളെ ഉറപ്പിച്ച് വീണ്ടും പറയും. അപ്പോൾ അടുത്തൊരു സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, കാവ്യയും അർജുനും തമ്മിലുള്ള വിവാഹം ഉടനെ നടത്തണമെന്ന് കുറുപ്പിനോട് രാഘവനുണ്ണി പറയും കേട്ടോ. അപ്പൊ കാവ്യക്കും ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്, കാവ്യം വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നമുക്കറിയാം. അപ്പൊ നാളെ സംഭവിക്കാൻ പോകുന്ന അടുത്തൊരു സീൻ മിക്കവാറും ഇതായിരിക്കും. അപ്പൊ കാവ്യയും അർജുനും തമ്മിലുള്ള കല്യാണം നമുക്ക് ഉടനെ അങ്ങ് നടത്തേക്ക്. എന്താണെങ്കിലും കേസ് തേഞ്ഞു മാഞ്ഞു പോവും, ഒരു പ്രശ്നം വരാൻ പോകുന്നില്ല, 100% ഉറപ്പായി കഴിഞ്ഞു. അപ്പൊ ഇനി കാവ്യ അർജുനും തമ്മിലുള്ള ബന്ധം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം അല്ലെ വക്കീലെന്ന് കുറിപ്പും ചോദിക്കുമ്പോൾ രാഘവനുണ്ണിക്ക് 100% സമ്മതം. കാവ്യക്ക് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. അപ്പൊ എന്താണെങ്കിലും നാളെയും അതിനൊരു തീരുമാനമാകാനായിട്ട് ചാൻസ് കാണുന്നുണ്ട്. ഒരുപക്ഷെ തിരിച്ചു വന്നിട്ട് രാഘവനുണ്ണി അർജുനോടും പറയും, അപ്പൊ നിന്റെ കല്യാണം നമുക്ക് ഉടനെ അങ്ങ് നടത്തിയേക്കാം, പത്മ കേസിൽ വിജയം എനിക്ക് ഉറപ്പാണ്. അപ്പൊ ആ രീതിയിലൊക്കെ അർജുനോടും കാര്യങ്ങൾ പറയും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അർജുൻ ഇതെങ്ങനെ കൈകാര്യം ചെയ്യുന്നു എനിക്കും അറിയത്തില്ല. എന്താണെങ്കിലും ഇങ്ങനെ കുറെ അധികം സീനുകൾ നാളെ ഉണ്ടായിരിക്കും. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും കാത്തിരിക്കുക. നാളത്തെ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അതുപോലെ പ്രൊമോ റിവ്യൂസും നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ടേക്ക് കെയർ, ശുഭരാത്രി.